വാർത്തയിലേക്ക്. സപ്ലൈകോ റേഷൻ വിതരണത്തിനായി 186 കോടി രൂപ സംസ്ഥാന ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. വാഹനം വാടകയ്ക്കെടുക്കുന്നത് അടക്കമുള്ള വിതരണത്തിനാവശ്യമായ തുകയാണ് 186 കോടി രൂപ അനുവദിച്ചത്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ തെക്കൻ റീജിയണൽ ബ്യൂറോ ചീഫ് ബിനോയ് ചേരുകയാണ്. ബിനോയ്, എന്തൊക്കെയാണ് ധനവകുപ്പ് അനുവദിച്ച ഈ തുകയുടെ വിശദാംശങ്ങൾ? എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്? ഈ നിലവിൽ നിലനിൽക്കുന്ന റേഷൻ പ്രതിസന്ധി, വിതരണ പ്രതിസന്ധി പരിഹരിക്കാനുള്ളത് കൂടിയാകുമോ ഈ തുക? അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്ന് പോയാൽ. അജിംഷാദ്, കേന്ദ്ര ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ പ്രത്യേക അനുമതിയോടുകൂടി സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സാധാരണഗതിയിൽ റേഷൻ സാധനങ്ങൾ നൽകുന്ന പതിവുണ്ട്. ഇത് വാഹനങ്ങളിൽ എത്തിക്കുന്നതിനും അതുപോലെ തന്നെ ഇതിന്റെ കയറ്റിറക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമായുള്ള തുക അനുവദിക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. എന്നാൽ കഴിഞ്ഞ 9 മാസമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ കയറ്റിറക്കിനോ അല്ലെങ്കിൽ തന്നെ വാഹനങ്ങളുടെ വാടകയോ നൽകുന്നില്ല. ഈ സാഹചര്യത്തിൽ പലപ്പോഴും റേഷൻ വിതരണം മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അടുത്ത 1 വർഷത്തേക്ക് റേഷൻ വിതരണത്തിന് വേണ്ടി ബഡ്ജറ്റിൽ വക ഒളിച്ചിരുന്ന അല്ലെങ്കിൽ മാറ്റിവെച്ചിരുന്ന 186.64 കോടി രൂപ ഇപ്പോൾ സപ്ലൈകോ റേഷൻ വിതരണത്തിനായി കൈമാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ, കാരണം കഴിഞ്ഞ 9 മാസമായി തുക നൽകാത്തത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വാഹനങ്ങളിൽ റേഷൻ സാധനങ്ങൾ കൃത്യസമയത്ത് എത്തിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. FCI ഗോഡൌണിൽ നിന്നും റേഷൻ സാധനങ്ങൾ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിരുന്നു. ഒപ്പം കയറ്റിറക്ക് കൂലിയുടെ ഇനത്തിലൊക്കെ വലിയൊരു തുക തന്നെ പലപ്പോഴും നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ടാണ് ധനവകുപ്പ് അടിയന്തരമായി ഇന്ന് ഇത്രയും തുക അനുവദിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ റേഷൻ വിതരണം കൂടുതൽ സുഗമമാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാരിന് ഉള്ളത്. അജിംഷാദ്. ശരി ബിനോയ്, ബിനോയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. റേഷൻ വിതരണത്തിന് സഹായകമായി സപ്ലൈകോയ്ക്ക് 186 കോടി രൂപയാണ് സംസ്ഥാന ധനവകുപ്പ് അനുവദിച്ചത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ബിനോയ് നൽകിയത്.